ഒരു പ്രോപ്പർ കാർ അല്ല ഇത്. ഇതൊരു മൈക്രോ കാറാണ്. ബെൻസിലും BMW-ലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് ഈ ഒരു സെഗ്മെന്റിൽ ഒരു കാറിൽ വരിക എന്ന് പറഞ്ഞത് അത് ഈ പ്രൈസിംഗിൽ കൊണ്ടുവരിക എന്നത് നിസ്സാര കാര്യമല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും ലോവസ്റ്റ് എത്ര % വരെ ഇത് കൊണ്ടുപോയിട്ടുണ്ട്? 1%. 1%. സിറ്റി യൂസ് മാത്രമേ ഇതുകൊണ്ട് നടക്കുകയുള്ളൂ. അത്യാവശ്യം വേണമെങ്കിൽ ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് പോകാനുള്ളത്. ഇത് ഇറങ്ങിയ സമയത്ത് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തു, ഷോറൂമിൽ പോയി ബുക്ക് ചെയ്തു. അപ്പൊ ആൾക്കാർ ചോദിക്കുമല്ലോ എന്തുകൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് ഇതെടുത്തു എന്നല്ലേ? അതിന്റെ മറുപടിയാണ് ഈ പറഞ്ഞത്. ഒരു ദിവസം എന്റെ കീ ഇതിനകത്ത് വെച്ച് എങ്ങനെ ലോക്കായി പോയി. എങ്ങനെ ലോക്കായി പോയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നമുക്ക് ഈ ഒരു ആപ്പ് ഉണ്ടല്ലോ, ആപ്പ് വർക്ക് ചെയ്തില്ല. ശരി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു ഈ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ട്. നമ്മുടെ മോറിസ് ഗരാജിൻ്റെ MGയുടെ കൊമറ്റ് EV ആണ്. അതായത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആൻഡ് ഏറ്റവും ചീപ്പസ്റ്റ് EV ആണ് നമ്മുടെ കൂടെ ഈ നിൽക്കുന്നത്. കാരണം വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് 8 lakhs rupees-നായിരുന്നു ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 8 lakhs rupees എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസിന് വേറൊരു ഇലക്ട്രിക് കാസും കിട്ടില്ലായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള നമ്മുടെ ടിയാഗോ EV ആണ്. ടിയാഗോ ഇവിടെ പ്രൈസൊക്കെ 10 lakhs ഒക്കെ അടുപ്പിച്ചൊക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇലക്ട്രിക് കാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും? അന്ന് ഇത് വന്നപ്പോഴേ തന്നെ ആൾക്കാർക്ക് ഒരു പുതുമയായിരുന്നു. കാരണം ഈ ഒരു സെഗ്മെൻറ്റ് ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത്. നമ്മൾ നേരത്തെ ടാറ്റയുടെ നാനോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നാനോയുടെ ആ ഒരു സെഗ്മെൻറ്റിൽ ഇതിനെ പെടുത്താൻ ഒക്കില്ല. കാരണം ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് വെഹിക്കിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത് ഇറങ്ങിയപ്പോഴേ എല്ലാവർക്കും ഇതൊരു പ്രാക്ടിക്കൽ വണ്ടിയാണോ, ഇതിന് സ്ഥലമില്ല. അപ്പോൾ കുറേ കമൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 4 പേര് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഫാമിലി കാറായിട്ട് കൊള്ളില്ല. ഇതൊരു ഫാമിലി കാർ അല്ല. ഇതൊരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാനുള്ള വണ്ടിയല്ല. ഇതൊരു സെക്കൻഡറി വെഹിക്കിളായിട്ടോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫാമിലി കാറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതല്ലാതെ മെയിൻ ഒരു ഫാമിലി പർപ്പസ് എല്ലാം നടക്കണം എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയല്ല നമ്മുടെ MG കൊമറ്റ് EV. പക്ഷേ ഇതിൻ്റെ പർപ്പസ് നല്ല രീതിയിൽ മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഓൾറെഡി ഒരു 1 year ago ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി കുറേ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു യൂസർ എക്സ്പീരിയൻസിനായിട്ട് വന്നിരിക്കുകയാണ്. ആ സെയിം വണ്ടി തന്നെയല്ല, ആ സെയിം കളർ തന്നെയാണെന്നേ ഉള്ളൂ, വേറൊരു യൂസറാണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഒരു വർഷം അത്യാവശ്യം ഡെയിലി യൂസിലെ കുറേ ഓട്ടങ്ങളും സിറ്റിയിലെ കുറേ യൂസുകളും അതോ ലോങ് ഓട്ടങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം. അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ യൂസർ എത്തിക്കഴിഞ്ഞു. ഹായ് ബ്രോ. ഹായ്. അലൻ അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ, അപ്പം ബ്രോ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ പെയിന്റ് ഷോപ്പാണ്. ഓക്കെ, അപ്പം ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്? അത് സിറ്റി യൂസിന് വേണ്ടി? പെർഫെക്റ്റ്ലി സിറ്റി യൂസ്. അതിനു വേണ്ടിയാണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു അന്ന് വണ്ടി നോക്കിയപ്പം? ഇലക്ട്രിക് വണ്ടി നോക്കിയാണോ പോയത്? അതൊരു കോമ്പാക്ട് കാർ നോക്കിയാണോ? എങ്ങനെയായിരുന്നു? കോമ്പാക്ട് കാർ നോക്കിയിട്ടാണ്, ഇലക്ട്രിക് ആണ് നോക്കിയത്. അപ്പോഴാണ് ഇതിന്റെ ലോഞ്ചും വന്നത്. അപ്പോൾ ഒരു എന്താ ഈ ഒരു ക്യൂട്ട്നെസ്സും ഈ ഒരു കോമ്പാക്ട്നെസ്സും കണ്ടപ്പോൾ പിന്നെ വേറൊരു കാറിലോട്ട് പോകുന്ന തോന്നിയില്ല. അത് ശരി, ഒറ്റയടിക്ക് ഫ്ലാറ്റ് ആയി. കാരണം വെച്ചാൽ ഈ പറഞ്ഞ സിറ്റി യൂസിന് എനിക്കൊന്നൊരു ട്രഡീഷണൽ കൺവെൻഷണൽ ഈ കാറിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറവായതുകൊണ്ട് ആ ഒരു ടേൺ ചെയ്യാനൊക്കെ എളുപ്പം ഇതാണ്. ടേണിംഗ് റേഡിയസ് ഒക്കെ അല്ലേ? ഈ ഒരു കൾച്ചറിലേക്ക് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അത് പറഞ്ഞല്ലേ, ഓരോരുത്തരുടെ യൂസ് കേസ് ഓരോന്നാണല്ലോ. എന്ന് വെച്ചാൽ ഇതൊരു പെർഫെക്റ്റ് സിറ്റി കാറിന് ഈ ഒരു ബോഡി ഷേപ്പാണ് പക്ക. അതെ, ആ രീതിയിൽ ഇതിലിട്ടെടുത്തു. അപ്പം അന്ന് എത്ര നാളായി ഇതെടുത്തിട്ട്? ഇപ്പോൾ ഒരു വർഷവും ഒരു 3 മാസം. ഒരു വർഷം മുകളിലായിട്ടുണ്ട് ഇതെടുത്തിട്ട്. അപ്പോൾ ആദ്യത്തെ സമയത്തുള്ള വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ആയി? 20,000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുന്നത്. ഇത് ഇറങ്ങിയ സമയത്ത് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തു, ഷോറൂമിൽ പോയി ബുക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വണ്ടി കിട്ടാനൊക്കെ? 1 month. അന്ന് അപ്പം ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്, പ്ലസ് എന്ന വേരിയന്റ് ആണ്. അത് എത്ര ഓൺ റോഡ് പ്രൈസ് ആയി? 10 lakh. അപ്പോൾ ഒരു 10 lakhs മുടക്കി എടുത്ത വണ്ടിക്ക് ഇത്ര വലുപ്പം വേണമെന്നോ? അങ്ങനെ എല്ലാവരും വലുപ്പം നോക്കിയാണല്ലോ വണ്ടി എടുക്കാറ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്തായിരുന്നു തോട്ട്? എന്തായിരുന്നു? ഇല്ല, 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ പറയുന്നത് എന്റെ ഒരു കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് പ്രൈസ് നോക്കിയില്ല. അപ്പൊ എല്ലാവരും കാണുന്ന എല്ലാവരും വിളിക്കും ഭയങ്കര പൈസ ഉണ്ടായിട്ടെന്നല്ല, ആ ഒരു പൈസക്ക് ഫീച്ചർ റിച്ച് ആണ്. ഈ 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഇറങ്ങുന്ന ബാക്കിയുള്ള വണ്ടികളൊന്നും ഇത്ര ഫീച്ചേഴ്സ് ഇല്ല. ഒരു ഭയങ്കര ഒരു ഇന്റർനാഷണൽ കാറാണ് അത്. ഇന്റർനാഷണൽ ഫീല് നമുക്കൊരു കിട്ടുന്ന ഒരു കാറാണിത്. ഈ ഫീച്ചേഴ്സ് 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം ഫീച്ചേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം സിറ്റി യൂസിന് വേണ്ടിയല്ലേ എടുത്തത്? അപ്പം ബേസ് വേരിയന്റ് 8 lakhs ഉണ്ടായിരുന്നല്ലോ അന്ന്. ബേസ് വേരിയന്റ് 8 lakhs. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറെ കൂടെ നല്ല ഫീച്ചർ ബേസ് വേരിയന്റ് ആകുമ്പോൾ കുറെ കൂടെ ഫീച്ചേഴ്സ് കട്ടിങ് ഉണ്ട്. അല്ല, സിറ്റി യൂസിന് എത്ര ഫീച്ചേഴ്സ് എന്തിനാ?
അല്ല എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ എന്തായാലും ഫുൾ ഓപ്ഷൻ എടുക്കണം അതാണ് എന്നുള്ളൊരു- ഇഷ്ടം. അതാണ് ഓക്കെ, ആ ഒരു ചിന്താഗതിയുള്ള ആളാണ്. നമ്മുടെ പല വീഡിയോസിലും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എടുക്കുവാണെങ്കിൽ ഫുൾ ഓപ്ഷൻ എടുക്കുള്ളൂ എന്ന്. വണ്ടിയുടെ ഫുൾ ഇത് കിട്ടണമെങ്കിൽ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ ഇതിന്റെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഫുൾ ഓപ്ഷനിലാണ് ഉള്ളത്. അപ്പൊ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഫുൾ ഓപ്ഷനിലാണല്ലോ തന്നെ എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ വണ്ടി അന്നോട്ടെടുത്ത് ഒരു വർഷം കൊണ്ട് 20,000 കിലോമീറ്റർ കഴിഞ്ഞു. അതെ. അപ്പം ഇതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് വേണം. ഇതെങ്ങനെ സിറ്റിയിൽ യൂസ് ചെയ്യുമ്പം എങ്ങനെ ബ്രോയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇപ്പോഴും കൊണ്ട് നടക്കുന്നു എന്നുള്ള മീൻസ് ഇപ്പോഴും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിളാണ്. വേറൊരു വണ്ടി വാഗനാർ യൂസ് ചെയ്യുന്നുണ്ട്, വാഗനാർ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്നോവ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്നോവ യൂസ് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റ. ഓക്കെ, പക്ഷേ ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള അല്ലേ? അതെന്താണ് അതിന്റെ പിന്നിൽ? ഇതിന്റെ ഒരു കോമ്പാക്ട്നെസ്, ഞാൻ പറഞ്ഞു കോമ്പാക്ട്നെസ്. ഇതൊരു ടോയ് കാർ പോലെ നമുക്ക് അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ഒരു ടോയ് കാർ ലൈക്ക് ഫീലാണ്. ഇവിടെ പിന്നെ എവിടെ ചെന്നാലും ഭയങ്കര അറ്റൻഷൻ ആണ് ഈ വണ്ടി. പക്ഷെ ആൾക്കാർ ചോദിക്കും, ഇപ്പൊ ഒരു ടൗണിലേക്ക് കൊണ്ടുവരുന്ന ഒരാളെങ്കിലും വന്ന് ചോദിക്കും ഇതിന്റെ വില എങ്ങനെ, ഇത് ഫുൾ ചാർജ് ചെയ്ത് എത്ര കിലോമീറ്റർ കിട്ടും, അങ്ങനെ സംഭവം ഇപ്പോഴും ഉണ്ട്. ഒരു വർഷമായിട്ടും. അതെ, അന്നൊക്കെ വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ കാണുന്നുള്ളായിരുന്നു, പക്ഷെ ഇപ്പൊ കുറെ കോമൺ ടിവിസ്. അല്ല, ഈ കൺവെൻഷൻ ഈ ഒരു ബോഡി സ്റ്റൈൽ ഇപ്പോഴും പോപ്പുലർ ആയിട്ടില്ല. അപ്പൊ ആൾക്കാർക്ക് ഒരു കൗതുകമാണ് ഈ വണ്ടിയെ പറ്റി. അതെ അതെ അതെ. MG ആ ഒരു ധൈര്യം കാണിച്ചു. MG മോട്ടോഴ്സ് ഈ ഒരു ബോഡിയെ ആദ്യം അവതരിപ്പിച്ചു, അത് ടെസ്റ്റിംഗിലാണെന്ന് വിചാരിച്ചു ഇത് ഫ്ലോപ്പ് ആവുമെന്ന്. പക്ഷെ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇതിന്റെ ഓരോ മാസം സെയിൽ ഉണ്ടല്ലേ. നല്ലതായിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മളിപ്പോ ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതിന്റെ ബ്ലാക്ക് കളേഴ്സ് ഒക്കെ നമുക്ക് റോഡിൽ ലിമിറ്റഡ് എഡിഷൻ കളർ ഉണ്ട്, ഒരു ഗ്രീനിഷ്, ഒരു ആർമി ഗ്രീൻ കളർ. അതെ അതെ, അതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു. എങ്കിലും പലരും ഒരു പ്രൈമറി കാറായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ബ്രോയ്ക്ക് വേറെ വണ്ടികളൊക്കെ ഉണ്ട്, സെക്കൻഡറി യൂസിന് ഇത് അത്ര വൈബിൾ അല്ല. റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഇതൊരു സ്ട്രിക്ട്ലി 2 സീറ്റർ ആണ്. ബാക്ക് സീറ്റ് ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് സീറ്റിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഫ്രണ്ട് സീറ്റ്. അപ്പൊ അത്രയും ഫാമിലി യൂസ് എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ ആ ഒരു കാര്യം ഒഴിച്ചോട്ടെ, കയറി ഇറങ്ങുന്നത് ഓക്കെ, അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ ആളിരിക്കാനും ഇല്ല. അതൊരു ഫാമിലി പ്രോപ്പർ കാർ അല്ല ഇത്. ഇതൊരു മൈക്രോ കാറാണ്, മൈക്രോ സെഗ്മെന്റ് ആണ്. ഒരിക്കലും ഒരു പ്രോപ്പർ കാറിന് നമുക്ക് അത് ഇക്വലന്റ് ചെയ്യാൻ പോലെ പറ്റില്ല. വേണമെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ ഒരാളെ രണ്ടുപേരെ കൂടെ ബാക്കിൽ ഇരുത്താം എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇത് ഒരു കാർ, ഒരു വലിയൊരു കൺവെൻഷണൽ കാർ ഉള്ള ഒരാൾക്ക് സെക്കൻഡ് യൂസിന് പറ്റിയ ഒരു വണ്ടി ചെലവ് കുറയ്ക്കണം. ഈ പറയുന്ന പെട്രോൾ അടിച്ച് ഈ പറയുന്ന സിറ്റി യൂസിന് ഈ പെട്രോൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു പ്രത്യേകിച്ച് ബിസിനസ് യൂസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു മാസം ഒരു 20,000 രൂപയുടെ പെട്രോൾ എക്സ്പെൻസ് ഉണ്ടായിരുന്നു എങ്ങനെ പോയാലും. എന്ന് വെച്ചാൽ ഓരോ ബ്രാഞ്ചുകളിൽ പോകണമെങ്കിൽ മാസം ഒരു 20,000 ഒരു 1000 രൂപയ്ക്ക് അടിച്ചാൽ നമുക്കൊരു 3-4 ദിവസം. അപ്പോൾ ഇത് വെക്കുമ്പോൾ ആ 20,000 നമ്മൾ സേവ് ചെയ്തിട്ട് ഇതിന്റെ EMI അടയ്ക്കാം. അതെ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇതെടുത്തത്. അപ്പം സിറ്റി യൂസ് മാത്രമേ ഇതുകൊണ്ട് നടക്കുകയുള്ളൂ. അത്യാവശ്യം വേണമെങ്കിൽ ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ട്രിവാൻഡ്രം ടു കോട്ടയമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഡ്രൈവ്, കൊച്ചി വരെ പോകണമെന്നുണ്ടെങ്കിൽ. ഞാൻ ട്രിവാൻഡ്രം ആദ്യം പോയപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പോയപ്പോൾ എനിക്കൊരു ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു, ഇത് കിട്ടും. ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ പോയിട്ട് ഞാൻ ഒരു ദിവസം ലാസ്റ്റ് ഒരു ലുലു മോളിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പോലും 50% ബാക്കി ഉണ്ടായിരുന്നു. അത് ശരി. പോയിട്ട് സ്ഥലം എവിടെയായിരുന്നു? ആയൂർ 55-60 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. എന്നാൽ പോലും നമുക്കൊരു ബാറ്ററി ഒരു 50% ബാക്കി ഉണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ പുറമേ നോക്കുമ്പം ആൾക്കാർ വിചാരിക്കാം അത്രയും റേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് കിട്ടുമല്ലോ എന്ന്. പക്ഷേ അങ്ങനല്ല. എല്ലാ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഓണേഴ്സിനും ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം അതായത് 100% ഒന്നും ആരും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചല്ല ഉപയോഗിക്കുന്നത്. ഒരു 30%ലും ബാലൻസ് ഇട്ടിട്ട് മാത്രമേ എല്ലാവരും കൺസിഡർ ചെയ്യാറുള്ളൂ. കാരണം ഈ ബാറ്ററി നമുക്ക് ഫുള്ള് ബാറ്ററി സൈക്കിൾ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് മിനിമം ഒരു 20% എങ്കിലും യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഈ ഒരു 30% കഴിയുമ്പോൾ വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ലാഗ് എല്ലാ ഇലക്ട്രിക് കാർസിനും എനിക്കുണ്ടെന്ന് തോന്നുന്നു. ഒരു 30% കഴിയുമ്പോൾ പവർ കുറയും. മറ്റേ ടാറ്റ EVസിലൊക്കെ കാണുന്ന പോലെ ലിം മോഡ് ആവും. അത് ഇതിൽ ലിം മോഡ് ആവുന്നത് ഒരു 5% കഴിയും. 5%. അതിൽ 20% ഒക്കെയാണ്. ഇതിൽ 20% ആകുമ്പോൾ പവർ കുറയും. പക്ഷെ ലിം മോഡ് എന്ന മോഡ് ആവുന്നത് 5% കഴിയുമ്പോൾ. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും ലോവസ്റ്റ് എത്ര % വരെ ഇത് കൊണ്ടുപോയിട്ടുണ്ട്? 1%. അതെന്തോ അവസ്ഥയിൽ പെട്ടുപോയതാണോ അതോ ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തത്? അല്ല, ഞാനല്ലേ മറ്റേ ഈ ഡെലിവറി ടൈമിൽ എനിക്ക് 20% കിട്ടിയത്. അന്ന് എനിക്ക് ചാർജിങ് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നില്ല. സാറിന് ബുക്കിംഗ് കഴിയുമ്പോൾ അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതെനിക്ക് ഡെലിവറി കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്തത്. ഡെലിവറിക്ക് കിട്ടിയത് 20% ആണ്. അത് മോശമായി പോയല്ലേ? ഓക്കെ. അപ്പോൾ അന്നാണോ ചെയ്തത്? അതെ. എനിക്കൊന്ന് ഡെലിവറിയുടെ ഒരു 1.5 days കഴിഞ്ഞിട്ടാണ്
അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ 1% ആക്കിയെങ്കിൽ ആദ്യമേ കോൺഫിഡൻസ് ആയി, അല്ലെങ്കിൽ പിന്നെ കുറച്ചാൾ ഓടിച്ചോടിച്ച് ടെൻഷൻ അടിച്ച് എനിക്ക് ഈ ലിംഫോഡ് ഒരു വട്ടേ ആയിട്ടുള്ളൂ. പ്രോപ്പർ ലിംഫോഡ് അന്ന് മാത്രമേ ആയിട്ടുള്ളൂ. 5% താഴെ, അതിനുശേഷം 5% എത്തിച്ചിട്ടില്ല. ഓക്കെ. അപ്പം ലിംമോഡിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ കുറയും, എ സി മാറും, കുറച്ച് കാര്യങ്ങൾ. എ സിയുടെ വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ആക്സിലറേഷൻ ഭയങ്കര ഒരു സ്ലോ ആവും, സ്ലഗിഷ് ആയിട്ടാവും. ഓ അത് ശരി, എക്കോ മോഡ് പോലെ ആവും അല്ലേ? എക്കോ മോഡ് പോകും. നമ്മൾ വണ്ടിയുടെ സൈസ് ഒന്ന് കാണിക്കാനാണ് വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ടത്. വണ്ടി ഒരു കൈ വെച്ചാൽ ഇവിടെ വരെ എത്തിക്കും അല്ലേ? ഉറപ്പായിട്ടും. അത്ര കോമ്പാക്ട് ആണ്. കുറച്ചുകൂടെ സ്ഥലം ബാക്കിയുണ്ട്. ഓക്കെ, അതിന്റെ ഗുണമൊക്കെ നമുക്ക് സിറ്റിയിൽ എന്തായാലും കിട്ടും. ഞങ്ങൾ ഇവിടെ വരുന്ന വഴിക്ക് ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കി, നമ്മളൊരു ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ യൂട്ടിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് അതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സൈസിൽ സിറ്റി യൂസിൽ ബ്രോയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? കാരണം ഇതിന്റെ ടേണിംഗ് റേഡിയസ് ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സിറ്റിയിൽ നമ്മുടെ ഒരു അത്യാവശ്യം നല്ല റോഡിൽ നമ്മൾ തിരിക്കുകയാണെങ്കിൽ അപ്പുറേ സൈഡ് പോവാതെ തന്നെ നമുക്ക് ഫുൾ റിവേഴ്സ് എടുക്കണ്ട. എന്ന് വെച്ചാൽ അപ്പുറേ സൈഡ് ആ ലൈൻ കടക്കാതെ തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ ഗുണമുണ്ട്. അത്രയും സൈസ് ചെറുതായത് കൊണ്ട് അകത്തെ സ്പേസിനെ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് ബ്രോയ്ക്ക് ഇപ്പം 6 ഫീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 6 ഫീറ്റ് പ്ലസ് ഉണ്ട്. 6 ഫീറ്റ് പ്ലസ് ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട്? നല്ല ഹെഡ് റൂം ഉണ്ട്, അടിപൊളി നല്ല ഹെഡ് റൂം ഉണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ലെങ്ത് ഉണ്ടെങ്കിൽ, ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു കംഫർട്ടോ ഡിസ്കംഫർട്ടോ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ. ഒരു എത്ര നമുക്ക് ഞാൻ വന്നിട്ട് തിരുവനന്തപുരം ഒക്കെ പോയിട്ട് വന്നിട്ട് പോലും എനിക്കൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് കൂളായിട്ട് പറ്റുന്നുണ്ട്. വണ്ടി വൈബ്രേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആ രീതിയിലുള്ള ക്ഷീണവും കിട്ടുന്നില്ല. അതെ അതെ. അതുപോലെ എത്ര കിലോമീറ്റർ വരെ മാക്സിമം ഓടിച്ചിട്ടുണ്ട് ഇത്? ഏറ്റവും ലോങ് പോയത് ഒരു ഫുൾ ചാർജിലാണോ? ലോങ് പോയത് ഞാൻ മറ്റേ ട്രിവാൻഡ്രം പോയിട്ടുണ്ട്, കൊല്ലമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആയൂരിൽ നിന്ന് എറണാകുളം വരെ പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും. അത് എന്ന് വെച്ചാൽ വൺ സൈഡ് നമുക്ക് പോവാം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ എറണാകുളം ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവരിവിടെ കൊണ്ടുവന്നു. അത് ആയില്ല, കടക്കല് ആയിരം കഴിഞ്ഞ് പിന്നെ പോകണം. അപ്പോൾ ആദ്യത്തെ യൂസിൽ തന്നെ 1% ആക്കിയത് കൊണ്ട് ഒരു വിശ്വാസം കിട്ടി, അവിടെ വരെ ധൈര്യമായിട്ട് വണ്ടി പൊക്കോളൂ എന്നുള്ള കാര്യം കിട്ടി. ചില ബ്രാൻഡ്സിന് 5% ആയാൽ അല്ലെങ്കിൽ 10% താഴെ വണ്ടി നിന്ന് പോകുന്ന പല വണ്ടികളും ഉണ്ട്. അപ്പം ആ ഒരു പേടിയൊന്നും ഇതിൽ വന്നില്ല. അപ്പം അന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പെർ പെർസെൻറ്റേജ് ഒരു 4 കിലോമീറ്റേഴ്സ് നമ്മുടെ റീജിയനൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഒരു അതിന് ഇലക്ട്രിക് വണ്ടിയെല്ലാം ഓടിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും. അത് എത്ര നാളെടുത്തു പഠിച്ചെടുക്കാൻ? അത് കുറച്ച് നാളെടുത്തു. അത് ഞാൻ ഈ ഒബ്സർവ് ചെയ്തു. ഈ പറഞ്ഞ റീജിയൻ ഹൈയിലൊക്കെ ഇട്ടിട്ട് നമ്മളൊരു 60 കിലോമീറ്റേഴ്സ് 70 കിലോമീറ്റേഴ്സ് ഒക്കെ പോവുകയാണെങ്കിൽ ഒരു ഞാൻ പറഞ്ഞില്ല ആ ഒരു പെർസെൻറ്റേജ് കുറയുന്ന ഒരു ഡിപ്രസേഷൻ അത് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ട്രിപ്പ് മോട്ട് ഇട്ടു. ട്രിപ്പ് ഇട്ടാലേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ പെർ പെർസെൻറ്റേജ് എത്ര കിലോമീറ്റർ വരെ ഓടുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എത്ര കിട്ടി? നമുക്കൊരു പെർ പെർസെൻറ്റേജ് 4 കിലോമീറ്റേഴ്സ്. 4 കിലോമീറ്റേഴ്സ് 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100% 400 കിലോമീറ്റർ അല്ലേ? അല്ല, എല്ലാ റോഡും അങ്ങനെ ഇല്ലല്ലോ. മാക്സിമം നമുക്ക് ഇപ്പൊ ഈ റോഡ് പോലെ ആയിരിക്കത്തില്ല. അടുത്ത റോഡിന്റെ ഹൈറ്റും അതിന്റെ ആ ഒരു റോഡ് കണ്ടീഷൻ അനുസരിച്ച് ആവറേജ് അല്ല പറഞ്ഞത്, അത്രയും വരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാക്സിമം മൈലേജ് പറയത്തില്ലേ, അതുപോലെ തന്നെ മാക്സിമം കിട്ടിയിട്ടുള്ള ഈ റോഡിലല്ല, ഈ റോഡ് പോലെ ആയിരിക്കത്തില്ല ഇപ്പൊ വരുന്ന റോഡ്. അത് ഈ പറഞ്ഞ എം സി റോഡിലായിരിക്കും. എം സി റോഡിൽ അത് എത്ര സ്പീഡിലായിരുന്നു ക്രൂസ് ചെയ്തോണ്ട്? ഒരു 60 റേഞ്ചിൽ ക്രൂസ് ചെയ്തപ്പോൾ 4 കിലോമീറ്റർ പെർ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ കിട്ടി. അതുപോലെ ഇതിന് 230 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. എത്ര കിട്ടുന്നുണ്ട്? ഒരു 190 കിട്ടുന്നുണ്ട്. 190 കിട്ടുന്നുണ്ട്. നോർമലി 190 വരെ മാക്സിമം. നോർമലി എത്ര കിട്ടാറുണ്ട്? 190 ആണ്. അതന്നെ 190 കിട്ടാറുണ്ട്. അത് കൊള്ളാലോ. അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഈ ഒരു കമന്റ് എടുത്തത് ഇതിന്റെ ബേസ് വേരിയന്റ് ആണ് എടുത്തത്. പുള്ളിക്കാരന് 200+ കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എടുക്കുന്നതിന് മുന്നേ എടുത്തൊരു ഡോക്ടറുണ്ട്. പുള്ളി ഇതുകൊണ്ട് തമിഴ്നാടൊക്കെ പോയി, ഞാൻ വരെ അന്തം വിട്ട് പോയിട്ടുണ്ട്. ഇതെങ്ങനെ ഇതുകൊണ്ട് തമിഴ്നാടൊക്കെ പോയി വരുന്നത്? തമിഴ്നാട് പ്രത്യേകിച്ച് ചാർജിങ് സ്റ്റേഷൻ ഒക്കെ അവൈലബിലിറ്റി കുറവാണല്ലോ. അല്ല, ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ അത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. വണ്ടി ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം, കോൺഫിഡൻസ് ഉണ്ട്. അതെങ്ങനെ ഓടിച്ചോടിച്ച് കിട്ടിയതാണോ? ഓടിച്ചോടിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് റേഞ്ചിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ചാർജിങ്ങിനെ പറ്റി ചോദിക്കാം. ഇതിപ്പം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 17 കിലോവാട്ട്. അപ്പം അതിൽ എത്ര ടൈം ചാർജിങ്ങിന് എടുക്കാറുണ്ട്? 6 to 7 hours കിട്ടും. ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഫാസ്റ്റ് ചാർജിങ് ഇല്ല, നമുക്കത് യൂസ് ഇല്ല ആക്ച്വലി. അതെന്താണ് യൂസ് ഇല്ലെന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് അത്രയും
മീൻസ് ഈ സിറ്റി യൂസ് ആണ് എന്നും വീട്ടിൽ പോയി നമുക്കൊരു 200 കിലോമീറ്റേഴ്സ് പോയിട്ട് വരാനുള്ള ദൂരം ജസ്റ്റ് ലോക്കൽ യൂസുകളാണ് കൂടുതലും. അപ്പൊ പിന്നെ അങ്ങനെ യൂസ് വരത്തില്ല. ഒരു മാക്സിമം ഒരു 100 കിലോമീറ്റേഴ്സ് നമുക്ക് ഒരു യൂസ് വരുന്നുള്ളൂ. ഒരു ദിവസം വല്ലപ്പോഴും ഒക്കെയാണ് ഒരു 150 അബോ കിലോമീറ്റേഴ്സ് സിംഗിൾ ചാർജ് പോകാറുള്ളത്. അപ്പൊ വീട്ടിൽ വന്ന് രാത്രിയിൽ കുത്തിയിടുന്നു, രാവിലെ എടുക്കുന്നു, അതാണ് ചെയ്യാറുള്ളത്. അപ്പൊ 6 hours ആണ് പൊതുവെ എടുക്കാറുള്ളത്. 6 hours എന്ന് വെച്ചാൽ രാത്രി കുത്തിയിടുവാണെങ്കിൽ 6 hours വേണ്ട. ആക്ച്വലി 6 hours എനിക്ക് മെസ്സേജ് വരും, മറ്റേ MG ആപ്പിനകത്ത് മെസ്സേജ് വരും. ഇപ്പോൾ 9 മണിക്ക് ഞാൻ കുത്തിയിടുമെന്ന് വിചാരിച്ചോ, എനിക്ക് MG ആപ്പിൽ ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഫുൾ ചാർജ് ആണെന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. അത് ഫോണിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് നെറ്റ് കണക്ട് ചെയ്തിട്ടിരിക്കുമ്പോൾ അല്ല, എന്ന് വെച്ചാൽ ഫോണിൽ നമ്മുടെ നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് MyMG ആപ്പിൽ കയറി ഐസ്മാർട്ടിൽ നോട്ടിഫിക്കേഷൻ വരും. ഓ സ്പീഡ് ആണെങ്കിൽ അതിനുള്ള നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ആരെങ്കിലും വണ്ടി ഇപ്പൊ ഈ പറയുന്ന പോലെ വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാനുള്ള റിമോട്ട്ലി ഓഫ് ചെയ്യാൻ പറ്റും. അതെല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. GPS കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ചാർജിങ്ങിന്റെ കാര്യം അതാണ്. പുറത്തുനിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടോ എവിടുന്നേലും? ഒരു വട്ടം ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഒരു ഈ പറഞ്ഞ കൊട്ടാരക്കര പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചാർജ് ഇല്ലാതെ അന്ന് മാത്രമേ ഞാൻ ചാർജ് ചെയ്തുള്ളൂ. കാരണം എനിക്ക് തിരിച്ചു വരാനുള്ള ചാർജ് മാത്രം. അത് തലേന്ന് രാത്രി വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, അപ്പോൾ ആ ചാർജ് നോക്കാതെ എടുത്തിട്ട് പോയി. തിരിച്ചു വരാൻ വേറെ വഴിയില്ലായിരുന്നു. ശരി. അപ്പം വണ്ടിക്കകത്ത് ചാർജർ അങ്ങനെ എന്തെങ്കിലും കീപ്പ് ചെയ്യാറുണ്ടോ? അതും ചാർജർ കീപ്പ് ചെയ്യണം. കാരണം സ്ലോ ചാർജിങ്ങിന്റെ ഒരു ഗണ്ണും ഏതൊരു ചാർജിങ് സ്റ്റേഷനിലും ഇല്ല. അത് ഇനി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ചാർജിങ് സ്റ്റേഷനിൽ സ്ലോ ചാർജിങ് ഒക്കെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല, അത് വേറെ അങ്ങനെ ഒരു ഗണ്ണോട് ഓപ്ഷൻ ആയിട്ട് അവർ കൊടുക്കാമെങ്കിൽ. ഇപ്പൊ ബ്രോയ്ക്ക് ഷോപ്പിൽ വരുമ്പോൾ അവിടെ കുത്തിയിടാനൊക്കെ ആണ് ഇത് കൂടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ബ്രോയുടെ ഇത്രയും നാളത്തെ ഉപയോഗത്തിൽ ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, അതെന്തൊക്കെയാണെന്ന് എടുത്തു പറയാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ സോഫ്റ്റ്വെയർ രീതിയിലുള്ള കുറെ ഫംഗി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഗുണകരമായിട്ടുള്ള എന്ത് തോന്നി? വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് കണക്ടിവിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ വണ്ടികളിൽ നമ്മുടെ വയർ വഴിയാണല്ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾക്കൊക്കെ. അതെ, ഇത് ആ പരിപാടിയൊന്നും ഇല്ല. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ആവുന്നുണ്ട്. അതായത് പിന്നെ ഇത് കുറെ ചെറിയ സംഭവങ്ങളുണ്ട്. ഈ പറയുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെൽക്കം പറയുക, ഓഫ് ചെയ്യുമ്പോൾ ഗുഡ് ബൈ പറയുക, അതൊക്കെ ഭയങ്കര സാധാരണ കാറുകൾ കണ്ടിട്ടില്ലാത്തൊരു യൂണീക്ക് ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ യൂസർ ഇന്റർഫേസ് ഭയങ്കര ഒരു അതെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു ഡിസ്പ്ലേ കാണാനും ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്മാർട്ട് ഫോൺസ് പോലെ 5 വർഷം 4 വർഷമല്ല. വാഹനം എത്രത്തോളം അതിന്റെ ലൈഫ് ലോങ് ഫുൾ അപ്ഡേറ്റ്. അതെന്താ അതിന്റെ ഒരു ഉറപ്പ്? അതാണ് MG തന്നെ അഷ്യൂർ ചെയ്ത സംഭവം. എന്ന് വെച്ചാൽ പുതിയ അപ്ഡേറ്റ് വഴി പുതിയ ഫീച്ചേഴ്സ് വരിക, അങ്ങനത്തെ ഉള്ള പുതിയ ലാസ്റ്റ് അപ്ഡേറ്റിൽ എനിക്കൊരു വാലറ്റ് മോഡ് എന്ന മോഡ് വന്നിട്ടുണ്ട്. വാലറ്റ് മോഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പാർക്കിങ്ങിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ സംഭവം നമുക്ക് ചെയ്തിട്ടുണ്ട്. കുറെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു ചില പാർട്സിലെ ക്വാളിറ്റി ഭയങ്കര പ്രീമിയം ക്വാളിറ്റി, ഡോർ ഹാൻഡിലെ ക്വാളിറ്റി ഒക്കെ നല്ലൊരു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഡോർ ഭയങ്കര ഹെവിയാണ്. ഈ വണ്ടിയിലെ ഫുള്ള് വെയിറ്റ് ഡോറിനകത്ത് കൊടുത്തോന്ന് സംശയമുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ നിർത്തുന്ന ഡോർ തുറക്കാൻ ഭയങ്കര നമ്മളൊക്കെ ചരിച്ചൊക്കെ എടുക്കും അല്ലേ? ഭയങ്കര പാടാണ്. നല്ല വെയിറ്റ്. അതെ, ബോഡി ക്വാളിറ്റി നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വിച്ചസ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാ ക്വാളിറ്റി മൊത്തത്തിൽ ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ട്? ക്വാളിറ്റി വൈസ് ഞാൻ ഒരു ഔട്ട് ഓഫ് 10 ഒരു 8. ബാക്കി 2 എവിടെ പോയി? കുറച്ചെടുത്ത് ചില അത് നമുക്ക് അകത്ത് കയറി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ അടുത്ത കാര്യം എന്താണ്? അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കംഫർട്ട്. സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷൻ ആണ്. നമുക്ക് ഈ ഒരു ഹമ്പൊക്കെ ചാടുമ്പോൾ നമുക്ക് അറിയത്തില്ല. ആണോ? അങ്ങനെ ഫീൽ ചെയ്തോ? പിന്നെ ഞാനിപ്പം അധികം ഓടിക്കാത്തോണ്ടായിരിക്കും എനിക്ക് വന്നപ്പോൾ കുറച്ച് ബോഡി റോളും അങ്ങനെയൊക്കെ ചെറിയ ഫീലൊക്കെ തോന്നി. അല്ല, ഒരു കുഷൻ എഫക്റ്റ് ഉണ്ട്. അത് ആ ഒരു നാക്ക് കിട്ടി കഴിയുമ്പോൾ ഹാൻഡിൽ ചെയ്തോളൂ അല്ലേ? പിന്നെ ഇതിനെ പറയുന്നുള്ള ഈ MGയുടെ വോയിസ് അസിസ്റ്റന്റ്, ഈ ഹലോ MG എന്നൊക്കെ പറയുന്നത്, അത് ഒരു ഭയങ്കര കൂൾ ഫീച്ചറാണ്. റോബോട്ടൂടെ വേണമായിരുന്നു. റോബോട്ട്, അതെ അതെ. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു നൈറ്റിൽ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഭയങ്കര പവർഫുൾ ആണ്. പവർഫുൾ എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഇരുട്ടത്താണെങ്കിലും ലൈറ്റ് ഇട്ടാൽ നല്ലൊരു വിസിബിലിറ്റി, ഒരു വൈഡ് ഏരിയയിലോട്ടുള്ള വിസിബിലിറ്റി നമുക്ക് കിട്ടും. ഇപ്പോഴത്തെ വന്ന എത്ര ലക്ഷങ്ങൾ കൊടുത്താലും ലൈറ്റ് നല്ലത് കൊടുക്കാത്ത കുറെ ബ്രാൻഡ്സ് ഉണ്ട്. കാരണം വെച്ചാൽ എത്രയോ നല്ല ത്രോയാണ് ലൈറ്റ്. ഈ ഒരു കുഞ്ഞൻ വണ്ടിയിൽ നല്ല എനിക്കത് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കുറച്ചുകൂടെ എൻ്റെ ഇന്നോവ ക്രിസ്റ്റ ഉണ്ടല്ലോ, ഇന്നോവ ക്രിസ്റ്റ LED ലൈറ്റ് ആണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ പോലും സീനാണല്ലോ. ഇല്ലല്ല
അപ്പോൾ ഇന്നോക്സിൽ ഞാൻ ഇന്നോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് വൈറ്റ് ലൈറ്റ് ആണ്. അത് 25 ലക്ഷം രൂപയാണെന്ന് ഓർക്കണം. ഒട്ടും ത്രോ ഇല്ലാത്ത ഞാൻ എക്സ്ട്രാ ഒരു ലൈറ്റ് മറ്റേ ഫോഗ് ലൈറ്റൂടെ നമ്മുടെ ഈ പറയുന്ന വൈറ്റ് ലൈറ്റ് ആക്കാനുള്ള എക്സ്ട്രാ ലൈറ്റ് പരിപാടിയാണ്. പക്ഷെ ഇതുള്ള ലൈറ്റ് തന്നെ അടിപൊളിയാണ്. LED ലൈറ്റാണ് ഈ സെഗ്മെന്റിലെ ഫസ്റ്റ് LED ലൈറ്റ് ആണ്. മഴയത്ത് എങ്ങനെയുണ്ട്? മഴയത്തായാലും അത്യാവശ്യം നല്ലൊരു ത്രോട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ സെഗ്മെന്റിലെ only കാർ വിത്ത് LED ഹെഡ്ലൈറ്റ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആണ് ഉദ്ദേശിച്ചത്. ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും അടിപൊളി ലൈറ്റ്സ് ആണെന്നാണ് ബ്രോയ്ക്ക് പറയാനുള്ള അഭിപ്രായം. ഓക്കെ, പിന്നെ വേറെന്താണ്? വേറെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ ഒരു ഫീച്ചർ ഇതിനകത്തൊരു ഇത് ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന പോലെ ബാക്ക് ഈ ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ റോഡ് സൈഡിൽ രാത്രി അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഒരു നമ്മളിപ്പോൾ ബൂട്ട് തുറന്നിരിക്കുമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് നമ്മളിപ്പോൾ ടയർ പഞ്ചറാവോ അതുപോലത്തെ ഉള്ള ആ ഒരു സംഭവത്തിന് നമ്മൾ ഈ ഒരു ബൂട്ട് തുറന്നു വെച്ചേക്കെന്ന് ചോദിച്ചു. അപ്പം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഈ ഒരു ടെയിൽ ലൈറ്റ് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലൈറ്റ് താഴോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അത് നമ്മൾ യൂസ് കഴിഞ്ഞ് അടയ്ക്കുമ്പോൾ പിന്നെ മേളോട്ട് ട്രാൻസ്ഫർ ആവും. നമ്മുടെ ഹെക്ടറിലൊക്കെ കണ്ടിട്ടുള്ള MG വെഹിക്കിൾസിലുള്ള ഒരു ഫീച്ചറാണ്. സ്വിച്ച് ചെയ്തോളും. പിന്നെ വേറെ അടുത്ത ഫീച്ചർ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഈ കീലെസ് ആയിട്ടുള്ള നമുക്ക് എൻട്രി ഭയങ്കര സുഖമാണ്. കാരണം വെച്ചാൽ ഈ ഒരു നമ്മൾ ഈ കാറിൽ നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഇത് വിതൗട്ട് കീ പോക്കറ്റിൽ നിന്ന് പോലും എടുക്കണ്ട, നമ്മൾ കീ എടുക്കണ്ട. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നിനും നമ്മൾ കീ എടുക്കണ്ട, യൂസ് ചെയ്യവേ വേണ്ട. നേരെ കീലെസ് എൻട്രിക്ക് ഹാൻഡിലിൽ പ്രസ് ചെയ്തിട്ടൊന്നും കയറണ്ട, നേരെ ചെന്നാൽ കയറി. കീ ഇല്ലെങ്കിൽ പോലും നമുക്ക് മൊബൈലിൽ തന്നെ മൊബൈൽ ഒരു കീ ആയിട്ട് യൂസ് ചെയ്യാം, സോഫ്റ്റ്വെയർ കീ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ നമുക്ക് കീ വേണമെന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ കീ കളഞ്ഞു പോയി, അല്ലെങ്കിൽ കീ വേറൊരാളുടെ കയ്യിലായി പോയി, കീ നമ്മുടെ കയ്യിലില്ല. അപ്പം നമുക്ക് ഈ MG ആപ്പിനകത്ത് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കീ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അപ്പോൾ ഈ ഒരു കീ ആയിട്ട് അടുത്ത് വരുമ്പോൾ തന്നെ ഈ ഡോറിൽ അൺലോക്ക് ആവും. നമ്മൾ അടച്ചിട്ട് നമ്മൾ ഡോർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നടന്നു പോകുമ്പോൾ തന്നെ ലോക്ക് ആയിക്കോളും. ലോക്കിങ് ചെയ്യാൻ നിൽക്കേണ്ട പ്രത്യേകിച്ച്. പിന്നെ അതുകൂടെ തന്നെ വണ്ടി ഓഫ് ആവുകയും ചെയ്യും. അതായത് വണ്ടി ഓണും ആക്കണ്ട ഓഫും ആക്കണ്ട, അകത്ത് കയറിയിട്ട് നേരെ കയറി ഇരിക്കുക. ബ്രേക്ക് പെഡലിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇത്ര പരിപാടിയുള്ളൂ. ഈ ഡോർ തുറക്കുമ്പോൾ തന്നെ ഈ സിസ്റ്റം ഓൺ ആവും. എന്നിട്ട് കയറി സീറ്റ് ഇരുന്നിട്ട് പെഡലിൽ വണ്ടി സ്റ്റാർട്ടായി. ഒന്ന് പമ്പ് ചെയ്താൽ മതി. വണ്ടി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഇറങ്ങി പോവുക, ന്യൂട്രൽ ഇട്ടിട്ട് ഇറങ്ങി പോവുക, അത്രേ ഉള്ളൂ. ഇലക്ട്രിക് ആയതുകൊണ്ട് ഫ്യൂവൽ പോകുമെന്നുള്ള പേടി വേണ്ട, പെട്രോൾ പോകുന്നുള്ള പേടി വേണ്ട. അതൊരു ഫീച്ചറാണെന്ന് വെച്ചാൽ നമുക്കൊരു എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇന്നത്തെ AC ഇട്ട് നമുക്ക് ഇരിക്കാം. ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് എത്ര % പോകായിരിക്കും? ഒരു 2%. ഓ, വീട്ടിൽ റൂമിനകത്ത് AC ഇട്ടിരിക്കുന്നതിൽ ലാഭമാണല്ലോ ഇത് അല്ലേ? 2% ഒക്കെ പോകുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ഒരു ഡാഷ്ബോർഡ് ഭയങ്കര പ്രീമിയം ഡാഷ്ബോർഡാണ്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ കണക്റ്റഡ് ആ ഒരു ഇതുണ്ടല്ലോ, ടച്ച് സ്ക്രീൻ. അല്ല, ആ വലിയൊരു ടച്ച് സ്ക്രീൻ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടും. നമ്മൾ ബെൻസിലും BMW-ലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് ഈ ഒരു സെഗ്മെന്റിൽ ഒരു കാറിൽ വരിക എന്ന് പറഞ്ഞത്, അത് ഈ പ്രൈസിംഗിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളൂടെ അറിയണം. കാരണം എടുക്കാൻ പോകുന്നവർക്ക് പോസിറ്റീവ്സ് മാത്രം അറിഞ്ഞാൽ പോരാ, നെഗറ്റീവ്സും അറിയണം. അത് നമുക്ക് ഏതായാലും ഡ്രൈവിൽ ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്കൊന്ന് കയറി ഡ്രൈവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്റീരിയറിൽ കയറി. ഇനി നമുക്ക് കോൺസ് ഒന്ന് ചോദിക്കാം. വണ്ടിയുടെ സൈഡിൽ അനുഭവപ്പെട്ട നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പറയാനുണ്ട്? ഈ പറയുന്ന സോഫ്റ്റ്വെയർ സൈഡിലുള്ള ഇഷ്യൂസ്, കുറെ സോഫ്റ്റ്വെയർ സൈഡിലെ മെറ്റീരിയൽ ക്വാളിറ്റിയുടെ അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽ ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ടോ? മെറ്റീരിയൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു AC വെന്റിന്റെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നോബ്, അത് രണ്ട് സൈഡും പൊട്ടിപ്പോയി. അത് പൊട്ടിപ്പോയപ്പോ ഞാൻ സർവീസ് സെന്ററിൽ വിളിച്ചു പറഞ്ഞു, ഇത് എനിക്ക് മാറി കിട്ടണം. സർവീസിന് പോയപ്പോൾ വിളിച്ചു പറഞ്ഞു, അപ്പൊ ഇത് നിങ്ങളുടെ ഈ പറയുന്ന പോലെ എന്തോ ക്വാളിറ്റിയുടെ ഇഷ്യൂ ആണ്, ഞാനത് പൈസ തരേണ്ട ആവശ്യമില്ല, കാരണം ഞാനത് ഹാർഡ് ഡിസ്ക് നമ്മൾ എന്തായാലും വലിച്ചു പൊട്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ അത് അവര് പറഞ്ഞു, അത് ഗുഡ് വിൽ എന്ന രീതിയിൽ അവര് ഫ്രീ ആയിട്ട് മാറി തരാമെന്ന് വന്നിട്ടുണ്ട്. 2 പീസും ഒന്നാലോചിച്ചൊക്കെ 2 പോയി. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി ഈ ഒരു മെറ്റീരിയൽ, ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഒന്നുമെങ്കിൽ ഇതൊരു ലെതർ ആക്കാൻ പറ്റും. പക്ഷേ ഇത് ഭയങ്കര ഡസ്റ്റ് പിടിക്കുന്നുണ്ട്, പെട്ടെന്ന് അഴുക്കാവുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗങ്ങള് പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നുണ്ട്. അത് മാത്രമാണ്. പിന്നെ ഒരു നെഗറ്റീവ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ സൈഡ്, ഞാൻ പറഞ്ഞത് സോഫ്റ്റ്വെയർ കീ എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. ബേസ്ഡ് ഓൺ നെറ്റ്വർക്ക്. അപ്പോൾ ഞാനിത് ഒരു ദിവസം എൻ്റെ കീ ഇതിനകത്ത് വെച്ച് എങ്ങനെ ലോക്ക് ആയി പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു ആപ്പ് ഉണ്ടല്ലോ, ആപ്പ് വർക്ക് ചെയ്തില്ല.
അപ്പൊ അവര് പറഞ്ഞു സ്പെയർ കീ ആയിട്ടില്ല, ഒരു കീ ഉള്ളല്ല, ഫിസിക്കൽ കീ ഒരു സോഫ്റ്റ്വെയർ കീ ആണ്. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞു ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് പൊട്ടിക്കണം. ഞാൻ പറഞ്ഞു പൊട്ടിക്കാം, ഓക്കെ, നിങ്ങളത് ഫ്രീ ആയിട്ട് മാറി തരണം. കോൾ റെക്കോർഡ് ചെയ്യുവാണ്, നിങ്ങളത് ഫ്രീ ആയിട്ട് മാറി തരണം. അപ്പൊ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർ ഫ്രീ ആയിട്ട് മാറി തന്നു. അപ്പൊ അതൊക്കെയാണ് പറയുന്നുള്ള. പിന്നെ ഈ സോഫ്റ്റ്വെയർ സൈഡിലൊരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ബഗ്സ് ഉണ്ടാവും. ഈ പറയുന്നുള്ള ഒരു സൈഡ് ചിലപ്പോൾ സ്ക്രീൻ ബ്ലാങ്ക് ആയിരിക്കും, വർക്കാവാതെ. അത് സോഫ്റ്റ്വെയർ സൈഡിൽ എനിക്കത് തോന്നിയ ഫീച്ചേഴ്സ്, ഈ പറഞ്ഞ ഒരു നെഗറ്റീവ്സ് എന്ന് എനിക്ക് തോന്നിയത്. ബാക്കി എനിക്ക് നെഗറ്റീവ്സ് എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു സ്റ്റെബിലിറ്റിയുടെ അത് ഇതിന്റെ പർപ്പസ് അല്ല, നെഗറ്റീവ് അല്ല. സിറ്റി യൂസ് കാർ ആണ്, ബോക്സി ഷേപ്പ് ആയതിന്റെ. പിന്നെ ലഗേജ് ഒക്കെ കൊണ്ടുപോകാൻ ബാക്കിലത്തെ സീറ്റ് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, അല്ല ഡിക്കി സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഡിക്കി സ്പേസ് നമുക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ സിറ്റി കാറില്ല, ഒരിക്കലും ഒരു 4 person കാറല്ല. അതുപോലെ MGയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിനെ പറ്റി എന്ത് പറയാനുണ്ട്? വളരെ മികച്ച രീതിയിലുള്ള സപ്പോർട്ടാണ്. നമുക്ക് അവരെ എപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഈച്ച് ആൻഡ് എവരി ആൾക്കാരുടെ മെസ്സേജ് പോലെ ഒരു സാധാരണ ഒരു കമ്പനിയുടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഒരു കമ്പനിക്ക് ഒരു മെയിൽ അയച്ചാൽ പോലും ഒരുപാട് നാൾക്ക് ശേഷമാണ് നമുക്ക് റിപ്ലൈ കിട്ടുക. പക്ഷെ MGയുടെ ആണെങ്കിൽ MG മോറിസ് ഗാരേജസ് എന്ന ആപ്പ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാൽ എപ്പോഴായാലും അവർക്ക് റിപ്ലൈ ഉണ്ട്. അതുപോലെ ഈ സ്വിച്ച് യൂസ് ചെയ്യാറുണ്ടോ? ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇതിനൊരു ഫീച്ചർ ഉണ്ട്. ഈ ഫീച്ചർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? ഇപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ജിയോ 7, പക്ഷെ നമുക്കിത് സെറ്റിംഗ്സ് കസ്റ്റമൈസ് ചെയ്യാം. അല്ല, ഇത് ഡയറക്റ്റ് കസ്റ്റമർ കെയറെ വിളിക്കാനായിട്ടുള്ള ഓപ്ഷൻ ആക്കാൻ പറ്റില്ലേ? അത് ഞാൻ മാറ്റി. അത് ആദ്യമേ അതായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം വെച്ചാൽ നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബൈ ആക്സിഡന്റില് നമുക്ക് ഈ പറയുന്ന കോള് പോകുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് പെട്ടെന്ന് ജിയോ 7 എൻട്രി കിട്ടാൻ വേണ്ടി ഞാനിത് ഞെക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഡമ്മി സ്വിച്ചസ് ആണ്. ഇത് രണ്ടും ഡമ്മി സ്വിച്ച് ആണ്. സെറ്റിംഗ്സിൽ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ടോപ്പ് വേരിയന്റിൽ ഡമ്മി സ്വിച്ച് കൊടുത്തതിന്റെ ഉദ്ദേശം എന്താ? ബേസ് ആണ് പറയാം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ റീബാഡ്ജഡ് വേർഷൻ ഉണ്ട്. MG സത്യം പറഞ്ഞാൽ ഇതൊരു വേറൊരു കമ്പനിയുടെ വെഹിക്കിളാണ്. വ്യൂളിംഗ് എന്നൊരു കമ്പനിയുടെ എയർ AV എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് കാർ. അപ്പൊ അതിനെ എടുത്ത് റീബാഡ് ചെയ്തു തന്നു. അപ്പൊ അതിനെ എടുത്ത് റീബാഡ് ചെയ്തപ്പോ ഈ പറയുന്ന അതിനകത്തുണ്ടായിരുന്ന പാർട്സ് പിന്നെ വേറെ കാര്യമുണ്ട്. റിവേഴ്സ് ബ്രേക്ക് ഒന്ന് ചവിട്ടുമ്പോൾ ബ്രേക്ക് റിവേഴ്സ് ഇടുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇതെന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് സാധാരണ 360 ഡിഗ്രി ക്യാമറയിലല്ലേ സെൻസറെങ്കിലും വേണം. ഇത് എയർ AV എന്ന് പറഞ്ഞൊരു കാറിന് ഈ പറയുന്ന 360 ഡിഗ്രി ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്പേസ് ഫ്രണ്ടിൽ അങ്ങനെ ക്യാമറയുടെ ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടിക്ക് 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. റീബാഡ് ചെയ്താണ്. ഡ്രൈവിംഗ് ഇത് വരുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഈ ബട്ടൺ യൂസ് ചെയ്യാം. ഇതിലും നമുക്ക് ഈ പറയുന്ന ഡ്രൈവ് മോഡ് എനർജി റിക്കവറി ചോദിച്ച പോലെ മറ്റേ ഇതുണ്ടല്ലോ, ഈ പറയുന്ന ഹെവി റീജനറേഷൻ ഹെവി ഉണ്ട്. ഇത് ഇവിടെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു റേഞ്ച് മാറുന്നതാണ്. അല്ല, റേഞ്ച് അല്ല, ഇവിടെ ഇതുണ്ട്. ഇവിടെ നോർമൽ എഴുതിയിരിക്കുന്നത് ലൈറ്റ് ഹെവി അങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ മാക്സിമം സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാം. സ്പീഡ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഞാൻ ആക്ച്വലി ഒരു 110 വരെ കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്താൽ നമുക്ക് ആ സ്പീഡിന് മേലോട്ട് വണ്ടി കയറില്ല. അങ്ങനെ കുറെ ഇതുണ്ട്. എൻ ഗിയർ ആൻറ്റി ടച്ച് എന്ന് വെച്ചാൽ ഡ്രൈവർ കുട്ടികളുള്ള സമയത്ത് ആണെങ്കിൽ നമ്മൾ ഇത് തിരിച്ചാൽ ഗിയർ ആവില്ല. ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഐക്കോൾ എന്നൊരു ഫീച്ചർ ഉണ്ട്. നമുക്കിപ്പോൾ ഐക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാപ്ഡ് ആയിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അസിസ്റ്റൻസ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഐക്കോൾ ഈ ഓപ്ഷൻ ഞെക്കുക, നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇതിലോട്ടൊരു കോൾ വരും. MG സൈഡിൽ നിന്ന് ഇതിലോട്ടൊരു കോൾ വരും. അപ്പൊ ആ കോള് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇപ്പൊ മാപ്പ് കാര്യങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടും. അപ്പൊ ഈവൻ കേസ് നമ്മൾ ഈ 3 കോളും ഈ വരുന്ന കോൾ ഉണ്ടല്ലോ നമ്മള് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ രജിസ്റ്റേർഡ് ബുക്ക് ചെയ്ത് ഏത് നമ്പറിലാണോ ആ നമ്പറിൽ ഒരു കോൾ വരും. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട്. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ ഇൻഫർടൈൻമെന്റ് നോക്കിയാൽ കാണാനുള്ളത്. അതും ആലോചിക്കണം, ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടിയിലാണ് ഇത്രയും കാര്യങ്ങളുള്ളത്. ആൾക്കാർ ചോദിക്കുമല്ലോ എന്തുകൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് ഇതെടുത്തു എന്നല്ലേ, അതിന്റെ മറുപടിയാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം സർവീസിന്റെ കാര്യം എത്ര സർവീസിന് കൊണ്ടുപോയി ഇതുവരെ? ഫസ്റ്റ് 1000 കിലോമീറ്റേഴ്സിന്റെ ഉണ്ടായിരുന്നു, 5000 കിലോമീറ്റേഴ്സിന്റെ ഉണ്ടായിരുന്നു. ടോട്ടൽ 4 സർവീസ്. അതിനൊക്കെ എത്ര കോസ്റ്റ് ആകാറുണ്ടായിരുന്നു? ഒരു വണ്ടിയുടെ മാത്രമാണെങ്കിൽ ഒരു അണ്ടർ 2000 1000 ആ റേഞ്ച് അത്രയൊക്കെ വരുന്നുണ്ടോ?
2000 വരെയൊക്കെ വരുന്നുണ്ടോ? 2800 റേഞ്ച് വരുന്നുണ്ട് അല്ലേ? അതും 20,000 സർവീസ് ആയിട്ട് പോലും ഓക്കെ 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 കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറവാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് സർവീസിൻ്റെ കാര്യങ്ങൾ. അപ്പം നെഗറ്റീവ്സ് നമ്മൾ അത്യാവശ്യം എല്ലാം ഡിസ്കസ് ചെയ്തു, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം അതൊക്കെയായിരുന്നു നമുക്ക് MG Comet EVയെ പറ്റി പറയാനുള്ളത്. അതൊക്കെയായിരുന്നു വണ്ടിയുടെ കോൺസ് പറയാനുള്ളത്. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, അതും ചെറിയ റോഡുകളിലൊക്കെയാണ്. അപ്പം ഇത് ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ ഒരു എക്സ്പീരിയൻസിൽ ബ്രോയ്ക്ക് എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? കാരണം വണ്ടിയുടെ ഒരു ഡിസൈൻ വെച്ചിട്ട് ബോഡി റോളൊക്കെ നല്ലതായിട്ടുണ്ടാവും, ഒരു ബോക്സി ഡിസൈനാണ്. അപ്പം കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് തോന്നാറുള്ളത്? കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഈ പറയുന്ന നല്ല ഹൈ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഒരു വണ്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ഒരു 100 കിലോമീറ്റേഴ്സ് ഒരു 80 കിലോമീറ്റേഴ്സ് മേലൊക്കെ ഒരു 100 കിലോമീറ്റേഴ്സ് ഒക്കെ എത്തുമ്പോൾ ചെറിയൊരു 80-100 ഒക്കെ എത്തിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ 100 കിലോമീറ്റേഴ്സ് ഒക്കെ എത്തുമ്പോൾ ചെറിയൊരു സ്റ്റെബിലിറ്റി ഒരു എയർ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് നമുക്ക് അത് നിങ്ങൾ കൺസിഡർ ചെയ്യുവേ വേണ്ട. കാരണം 100 കിലോമീറ്റർ ഓടിക്കാനുള്ള വണ്ടിയല്ല ഇത്. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു 80-ലൊക്കെ പോകുമ്പോഴെങ്ങനെയുണ്ട്? 80-ലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയൊരു ആ ഒരു പറയുന്ന ഷേപ്പിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ ഒരു 60-ലോ? 60 കുഴപ്പമില്ല, കംഫർട്ടാണ്. അപ്പോൾ കംഫർട്ടാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫോൺ ഒരു കുറച്ച് കട്ടിയാണല്ലേ? ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി അത്ര പോരാ മീൻസ് അത്രയും ഹൈ സ്പീഡ് പോയതുകൊണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ആ ഒരു സ്പീഡിൽ റെക്കമെൻഡബിൾ അല്ല. ബാക്കി ഒരു 60-70 വരെയൊക്കെ ഓക്കെയാണ്. ഓക്കെ. അതുപോലെ 4 സീറ്റ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4 പേര് ഇരിക്കുമ്പോഴുള്ള പെർഫോമൻസ് എങ്ങനെയുണ്ട്? കയറ്റം കയറുമ്പോഴൊക്കെ ചെറിയൊരു ഡിഫറൻസ്. ലാഗ് ഉണ്ടെന്നേ ഉള്ളോ അതോ കേറാതിരിക്കോ? ഇല്ല, കേറാതിരിക്കില്ല. ഈ പറയുന്ന പോലെ നല്ല ചെറിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതേ ഉള്ളൂ പ്രശ്നം. ഓക്കെ. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ അലാം ഇപ്പോഴാണ് നിന്ന് പുറകിൽ ഒരാളുകൂടെ ഉണ്ട്. ഏതായാലും ഈ വണ്ടിക്ക് വരെ ലോഡ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് കട്ടിംഗ് ഒന്നും ആ കാര്യത്തിൽ ചെയ്തിട്ടില്ല. മറ്റേ വണ്ടികൾക്കൊക്കെ ആളിരുന്നാലും ഇല്ലെങ്കിലും സീറ്റ് ബെൽറ്റ് ബാക്കിൽ ഇട്ട് വെച്ചേക്കണം. ഇപ്പോഴത്തെ പുതിയ വണ്ടികൾ ആ ഒരു പ്രശ്നം ഇതിൽ വന്നിട്ടില്ല അല്ലേ? പിന്നെ റീജനറേഷൻ മോഡ്സ് എത്ര മോഡ്സ് ഉണ്ട്? അത് 3 മോഡ്സ് ഉണ്ട്. 3 മോഡ്സ് ഉണ്ട്. അതിൽ ഏത് മോഡായിരിക്കും സാധാരണ യൂസ് ചെയ്യാറുള്ളത്? ഞാൻ ഹെവി തന്നെ യൂസ് ചെയ്യും. ഹെവിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബ്രേക്കിംഗ് യൂസ് ചെയ്യാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു വൺ പെഡൽ ഡ്രൈവിംഗ് ആണ്. ഓക്കെ. ഡ്രൈവ് ചെയ്തിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റന്റ് ടോർക്ക് ആണെങ്കിലും എല്ലാം ഉണ്ട്. ഈ സംഭവം അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് സ്പീഡ് എത്തുമ്പോഴത്തേക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടാത്തത് കൊണ്ട്, എനിക്ക് ഓടിച്ച് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് അതൊരു ബുദ്ധിമുട്ട് തോന്നി. ഇതിപ്പോ നോർമൽ മോഡിലാണ്. സ്പോർട്സ് ഇട്ടു. ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓ, നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പവർ ഉണ്ട്. ഓക്കെ. ആ ഒരു പവറിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞ 5 പേരെ ലോഡ് കയറുമ്പോഴും പ്രശ്നമില്ലെന്നാണ് ബ്രോ പറഞ്ഞത് അല്ലേ? ഈ പേപ്പേഴ്സിലുള്ള 40 bhp കാർ യൂസ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. ഇല്ല, 40 bhp മാത്രമാണ് ഈ വണ്ടിക്കുള്ളത്. അതായത് ഡ്യൂക്കിനൊക്കെ വരുന്ന പവർ ഡ്രൈവിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നല്ല പവർ. ഒരു 60 ഒക്കെ വേണമെങ്കിൽ പറയാം. 60-70 ഒക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു പവർ കിട്ടുന്നുണ്ട്. നമ്മൾ ഒന്നുകൂടെ ത്രോട്ടിൽ എടുക്കുകയാണ്. ഒരു സ്ട്രെച്ച് കിട്ടിയപ്പോൾ എനിക്ക് 70 വരെയൊക്കെ ഓക്കെ. അത് കഴിഞ്ഞൊരു കോൺഫിഡൻസ് എനിക്ക് ആദ്യമായിട്ട് ഓടിക്കുന്നത് കൊണ്ട് കിട്ടിയില്ല. കുറച്ച് ഓടിച്ച് നടന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ. റേഞ്ച് ഡ്രോപ്പ് ഉണ്ടാവും. റേഞ്ച് ഡ്രോപ്പ് ഉണ്ട്. അപ്പം നല്ല ത്രോട്ടിലൊക്കെ കൊടുത്ത് പെർഫോമൻസ് മോഡിൽ, സ്പോർട്ട് മോഡിലൊക്കെ ഇട്ടിട്ട് ബ്രോ ഓടിക്കുമ്പോൾ എത്ര വരെ റേഞ്ച് കിട്ടിയിട്ടുണ്ട്? 150 കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ ഇലക്ട്രിക്കിന്റെ ചാർജ് ബാക്കപ്പ് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്ന പോലെ റോഡ്, നമ്മൾ പോകുന്ന റോഡ്, ഓരോ ടയറിലും ടയർ പ്രഷറിൽ ഒരു വേരിയേഷൻ വന്നാൽ പോലും ഈ പറയുന്ന റേഞ്ച് നമുക്ക്, ഞാനൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കി. എന്ന് വെച്ചാൽ എനിക്ക് എത്ര മനസ്സിലായില്ല. ഒരു 100% ഞാൻ എടുത്തു. ഞാൻ വലിയതായിട്ട് ഓടിയില്ല. എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഒരു 40% അത്ര ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഞാൻ അത്ര ഓടിയില്ല. അപ്പൊ എന്തുകൊണ്ട് അത്രയും ഡിപ്രസേഷൻ ആയി എന്ന് നോക്കി പിറ്റേന്നാണ് മനസ്സിലായത് ടയർ പഞ്ചറായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അന്ന് ഈ ടയർ പ്രഷർ എടുത്തില്ല, ആ ഒരു നോട്ടിഫിക്കേഷൻ കാണിച്ചില്ല. പിന്നെ ഷോറൂമിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്ര ബിലോ ആവറേജ്
എന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് വില കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കൊല്ലത്താണ് നമ്മൾ ആക്ച്വലി വണ്ടി എടുത്തത്. കൊല്ലത്തെ സർവീസ് എനിക്ക് അത്ര, ഞാൻ ജനുവലി പറയുകയാണ്, മോശമാണ്. കാരണം വെച്ചാൽ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ സർവീസ് റെഗുലർ ഒരു പ്രോപ്പർ വാഷിംഗ് പോലും കറക്റ്റ് അല്ല, പ്രോപ്പർ വാഷിംഗ്. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് വിഷ്ണു എന്നൊരു ഫ്രണ്ട് ട്രിവാൻഡ്രത്തുണ്ട്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ട്രിവാൻഡ്രത്ത് ചെയ്തു നോക്കാം. ഭയങ്കര വ്യത്യാസമുണ്ട്, നല്ലൊരു വ്യത്യാസമുണ്ട്. കൊല്ലത്തെ സർവീസ് എനിക്ക് ഒരിക്കലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഒരു വേ ഓഫ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒരു എന്തോ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ പാർട്സിന് അങ്ങനെ സർവീസിന് അങ്ങനെ ഇഷ്യൂസ് അങ്ങനെ എംജിയുടെ സൈഡിൽ നിന്നെല്ലാം ക്ലിയർ ആണ്. പക്ഷേ ഈ സർവീസ് സെന്റർ മോശമാണ്, ഇമ്പ്രൂവ് ചെയ്യണം അവര്. ഈ കൊല്ലത്തെ സർവീസ് സെന്റർ ഇമ്പ്രൂവ് ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുടെ മറുപടിയാണ്. 4 people റൈഡിങ് എക്സ്പീരിയൻസ്. 4 പേരിരുന്നപ്പോഴുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ബുദ്ധിമുട്ട് തോന്നാറില്ല. കാരണം എനിക്ക് വലിയൊരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യാം. കുറച്ചുകൂടെ സ്റ്റേബിൾ ആവത്തില്ല വണ്ടി? അതോ സ്റ്റേബിൾ ആവും, കുറച്ചുകൂടെ വെയിറ്റ് ഒരു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവിംഗിൽ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ചെറിയ ലാഗേ ഉള്ളൂ, ചെറിയ ലാഗ്, പ്രശ്നമില്ല അല്ലേ? പ്രശ്നമില്ല. വുഡ് ബി എക്സൈറ്റഡ് ടു നോ അബൌട്ട് ദ ഓണേഴ്സ് റിവ്യൂ ഓഫ് ദിസ് കാർ. ഓക്കെ, അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബിൽഡ് ക്വാളിറ്റി, സർവീസ് കോസ്റ്റ്, ക്ലെയിംഡ് റേഞ്ച് വേഴ്സസ് ആക്ച്വൽ റേഞ്ച്, ബ്രേക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് അറ്റ് ഹൈ സ്പീഡ്സ്, അതുപോലെ ടോപ്പ് സ്പീഡ് ഇഷ്യൂസ്, ഇതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് സംസാരിക്കാത്തതുള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട്? ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. കുറവാണ്. അതെന്ന് വെച്ചാൽ ഒരു ഞാൻ പറഞ്ഞില്ല, ഈ സിറ്റി യൂസിനെ ബാധിക്കുമോ? സിറ്റി യൂസിനെ ബാധിക്കില്ല. ഈ പറയുന്ന റോഡ് കണ്ടീഷൻസിന് ഒരു ഷോപ്പിലോട്ടുള്ള കയറ്റവും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചെടുക്കണം. നമ്മൾ ഈ പറയുന്ന ഭയങ്കര കോൺഫിഡൻഷ്യലി നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം. Full with full load, why choose Comet EV over Tiago or Tigor? ശരി, ഈ ഒരു പ്രൈസ് 10 ഒറ്റത്രേ ഉള്ളൂ. കോമ്പാക്ട്നെസ് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, 10 lakhsന് അല്ലെങ്കിൽ ഒരു 11 lakhs കൊടുത്താൽ കിട്ടുന്ന ടിയാഗോ ഈ കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ, ടിയാഗോയുടെ ഇരട്ടി ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ റൈഡിന് കുറച്ചുകൂടി ഒരു ഹാച്ച് ബാക്ക് കംഫർട്ട് ടിയാഗോക്ക് കിട്ടില്ലായിരുന്നോ? അല്ല, ഞാൻ അത് നോക്കില്ല. വാഗനാർ ഉണ്ട് ആക്ച്വലി. നമുക്കൊരു കൺവെൻഷണൽ കാർ ഉള്ള സമയത്ത് നമുക്ക് ആക്ച്വലി ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഭയങ്കര കോമ്പാക്ട് ആയിട്ടുള്ളൊരു, അതായിരുന്നു മെയിൻ ഉദ്ദേശം. കോമ്പാക്ട് സിറ്റി കമ്മ്യൂട്ടിംഗ്. ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടിയതിന്റെ. ചൈനീസ് പടക്കം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ, ഇത് 100 kilometer സ്പീഡ് പോകാനുള്ള ഐറ്റം അല്ല, ഡെയിലി ഡ്രൈവ് സിറ്റി യൂസ് വണ്ടിയാണ്, നോട്ട് യൂസ് ഫോർ ലോങ് റൈഡ്സ്. ഇതിന് ഇത്രയും സേഫ്റ്റി മതി അല്ലേ? അത് തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതെ, ബോഡി ക്വാളിറ്റി അടിപൊളി നല്ല. ബോഡി ക്വാളിറ്റിയിലൊന്നും ഇവര് അത്രയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ചൈനീസ് പടക്കം എന്ന് പറയുന്ന ആ ഒരു ചൈനീസ് പപ്പടം അങ്ങനെ പറഞ്ഞ ആളോട് ഞാൻ പറയുന്നത്, സോറി, ചൈനീസ് പപ്പടമാണ്. ചൈനീസ് പപ്പടം. ഓക്കെ, ഒരിക്കലും ഇതൊരു പപ്പടമല്ല. അത് ഈ ഡോറ് തുറങ്ങുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നപ്പോൾ ഒരു 99% സംഭവങ്ങളും ചൈനീസ് ആണ്. ചൈനീസ് ആണ്. ഐഫോൺ വരെ നമ്മളിത് ബ്രിട്ടീഷ്, ഇത് സത്യം പറഞ്ഞ ബ്രിട്ടീഷ് ബ്രാൻഡാണ്. ചൈനയുടെ ഓൺ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ, ഓക്കെ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഇതുവരെ MGയുടെ ആ ഒരു പേരിലല്ലാതെ അത് വേറൊരു രീതിയിലും ചൈന ക്വാളിറ്റി ഇല്ലാത്ത പരിപാടി ഒന്നും കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സെഗ്മെന്റിൽ ഞാൻ പറഞ്ഞത് ബിൽഡ് ക്വാളിറ്റി നോക്കണമെങ്കിൽ ഈ ഡോറ് തുറന്നാൽ മാത്രം മനസ്സിലാവും. അതെ. പിന്നെ ഓരോ പാർട്സിന്റെ ഓരോ ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല, ഓരോ പാർട്സിന്റെ ക്വാളിറ്റി നോക്കിയാലും ഈ ഒരു AC നോബ് ഉണ്ടല്ലോ, AC ഈ ഒരു ഫിനിഷ് തന്നെയുണ്ട്. ഭയങ്കര ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ്. മറ്റേ സ്റ്റിയറിംഗ് നോക്കിയാലും സൈഡ് എല്ലാത്തും ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ്. പിന്നെ ഒരാൾ ഒരു ബിഗ് കമൻറ്റ് ചെയ്തിരിക്കും, നമ്മൾ എന്തായാലും അത് വായിക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ എന്തെന്നാൽ, 2 പേർക്ക് സിറ്റി യൂസിന് വേണ്ടി ഈസിയായി യൂസ് ചെയ്യാൻ സൂപ്പർ വണ്ടിയാണ്. ഇഫ് ലുക്സ് ആൻഡ് ഹൗ അതർ വിൽ തിങ്ക് അബൌട്ട് യു ഡസൻ മാറ്റർ. ബ്ലാക്കിൽ കാണാൻ അത് കുഴപ്പമില്ല, ഒരു ടോയ് കാർ പോലെ ഓടിക്കാൻ നല്ല രസമാണ്. റീസെയിൽ വാല്യൂ ഓഫ് എവറി EVs വിൽ ബി ബാഡ്. അത് ചിന്തിച്ചിട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഞാൻ റീസെയിൽ വാല്യൂ ചിന്തിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഉപയോഗത്തിന് വണ്ടി എടുക്കുക, നമ്മുടെ ഉപയോഗത്തിന് സാറ്റിസ്ഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ. ബട്ട് ഫോർ പാർക്കിംഗ് ആൻഡ് സിറ്റി യൂസ് എക്സ്പെക്ട് ദ ഹാർഡ് സ്റ്റിയറിംഗ്. ലാസ്റ്റ് ഇയർ മോഡലാണ് ടെസ്റ്റ് ചെയ്തത്. അതിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ക്രീപ്പ് ഫംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് വന്നു. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞത് അതാണ്. ചുമ്മാ കുറച്ച് പൈസ ഉണ്ടായിരുന്നതിന് ഞാൻ വാങ്ങിയതിനെയും ഞാനും നോക്കിയിരുന്നു. നോട്ട് എ ടിൻ ക്യാൻ ലൈക്ക് സം അതർ കോമ്പറ്റീറ്റേഴ്സ്. ശരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സ്റ്റിയറിംഗ് എപ്പോഴും ഹാർഡാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്, അതെന്ന് വെച്ചാൽ കമൻസിൽ മിസ്റ്റേക്ക് വന്നത്, ഈ ഒരു ഹിൽ ഹോൾഡ് ഫീച്ചർ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് ബാച്ചിലെ വണ്ടിയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അന്ന് ഇല്ലായിരുന്നെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ചിലെ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതെങ്ങനെ?
ഞങ്ങള് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് വിത്തിൻ 1 month. ഫസ്റ്റ് ബാച്ച് വണ്ടി ആയിരിക്കുമല്ലോ. പിന്നെ അതിന്റെ ബാക്കിയായിട്ട് നോ അണ്ടർ ടൈപ്പ് സപ്പോർട്ട് ഫോർ ലോങ് ജേർണീസ് ആണ്. ലോങ് ജേർണീസിന് റെക്കമെൻഡബിൾ അല്ല. ഓക്കെ, ഒരു നെഗറ്റീവ്, അതും ഒരു നെഗറ്റീവാണ് ഒരു പോസിറ്റീവാണ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു വിസിബിലിറ്റി, ഈ ഗ്ലാസ് ഏരിയയുടെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര വിസിബിലിറ്റിയാണ്, ഭയങ്കര ലൈറ്റ് എയർ. പക്ഷെ ഒരു വെയിലത്ത് കൊണ്ടിടുമ്പോൾ പെട്ടെന്ന് കൂളാവാൻ ഭയങ്കര പാടാണ്. പെട്ടെന്ന് ഒരു സഡൻ കൂളിംഗ് ഇല്ല. അതേപോലെ എ സിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഈ ഗ്ലാസ് ഏരിയയുടെ ഒരു അത്രയും ചൂട് നിലനിൽക്കുന്നുണ്ട്. അതെ, ഒന്ന് ആയിക്കഴിഞ്ഞാൽ ടൈം എടുക്കും, അത്രേ മാത്രമേ. ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു കാര്യമാണ് ഇതിന് വണ്ടി ആദ്യം ഇൻട്രൊഡക്ടറി ഓഫർ ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നീട് നല്ലതായിട്ട് വില കുറച്ചു. ഇതിന് 10 lakhs ആയിരുന്നു, ഇപ്പൊ എത്രയായിരുന്നു വില? അതിന് ശേഷം ഓഫർ വന്നപ്പോൾ ഇപ്പൊ എനിക്ക് 9 point something കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, എവരിവൺസ് കപ്പ് ഓഫ് ടീ അല്ല ഈ കാർ. എവരിവൺസ് കപ്പ് ഓഫ് ടീ അല്ല എന്ന് വെച്ചാൽ ഈ ഒരു കൺവെൻഷണൽ ബോഡി ഷേപ്പ് വേണം എന്നുള്ളവർക്ക് ഗോ ഫോർ ടിയാഗോ EV. ബട്ട് ഈ ഒരു സിറ്റി കമ്മ്യൂട്ടിങ്ങിന് ഏറ്റവും ലേഡീസ് ഒക്കെ ആ ഒരു രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് കോമ്പാക്ട് കാർ നോക്കുന്നെങ്കിൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് ഇല്ലാന്ന് തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ അബ്രോഡ് ഹൈറ്റ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഹൈറ്റ് ഉള്ളവർക്ക് പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തോന്നുന്നുണ്ടോ? ഇത്രയും ഒരു കോമ്പാക്ട് പുറത്തുനിന്ന് കണ്ട ഒരു കോമ്പാക്ട്നെസ് അകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് അകത്ത്. ഈ പറഞ്ഞ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ സാധനങ്ങൾ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെക്കാം. സ്റ്റോറേജ് സ്പേസിനൊന്നും ഒരു കപ്പ് ഹോൾഡർ കൊടുക്കാൻ വരുന്നത് ഒരു നെഗറ്റീവ് ആയിരുന്നു. ഷോർട്ട് സിറ്റി ഡ്രൈവ്സ് അല്ലേ, അതിനൊക്കെ ചായ കുടിച്ച് പോകണ്ടെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ബോട്ടിൽ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട് സൈഡിൽ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് MG Comet EVയുടെ യൂസർ എക്സ്പീരിയൻസ്. ലോങ് ടേം അല്ല, ഒരു അതായത് MG Comet EVയുടെ ലോങ് ടേം എക്സ്പീരിയൻസ് തന്നെയാണിത്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നന്ദി. കുറേ കാര്യങ്ങൾ അലൻ ബ്രോ നമുക്ക് സംസാരിച്ച് നമ്മളെ മനസ്സിലാക്കി തന്നു. വളരെ നന്ദി. അപ്പം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളിതുപോലുള്ള പുതിയ യൂസ്ഫുൾ കണ്ടൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.